നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ബ്രസീൽ കടുത്ത പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാൻ സ്വയം തീരുമാനിച്ചിരിക്കുന്നു. എളുപ്പമുള്ള ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാമായിരുന്നു, പക്ഷെ അങ്ങനെയല്ല ബ്രസീൽ തിരഞ്ഞെടുത്തത്. ചില ടീമുകൾ അങ്ങനെ എളുപ്പമുള്ള ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിച്ച് ടീമിൻ്റെ ആത്മവിശ്വാസം കോട്ടം തട്ടാതെ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് നമുക്കറിയാമല്ലോ. അതേസമയം ബ്രസീൽ അങ്ങനെയല്ല. ഏഷ്യയിൽ വന്ന് ഏഷ്യൻ കരുത്തിലൂടെ ഏറ്റുമുട്ടി, അതിൽ ഒരു ടീമിനോട് പണി കിട്ടി, ആ വീഴ്ചയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടു. ഇപ്പോൾ ആഫ്രിക്കൻ കരുത്തരോട് ഏറ്റുമുട്ടുന്നു. അവർ 31 കളി തോൽക്കാതെ വന്ന ടീമാണ്. ആ ടീമിനെ ബ്രസീൽ ഇപ്പോൾ തോൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം അതിനുശേഷം ഇനി വീണ്ടും മറ്റൊരു ആഫ്രിക്കൻ ടീമായ വേൾഡ് കപ്പിന് യോഗ്യതയുള്ള ടുണീഷ്യക്കെതിരെ അടുത്ത കളിക്കാൻ വേണ്ടി ബ്രസീൽ ഒരുങ്ങുന്നു. ആ മത്സരം നവംബർ 19 പുലർച്ചെ 1 മണിക്കാണ് നടക്കുന്നത്. അതാവട്ടെ ഫ്രാൻസിലാണ്. അപ്പോൾ അങ്ങനെ കളിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രസീൽ മാർച്ച് മാസത്തിൽ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ വീണ്ടും കടുത്ത എതിരാളികളോട് ഏറ്റുമുട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് യൂറോപ്യൻ വമ്പന്മാരോടാണ്. ഒരു ടീം ക്രൊയേഷ്യ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. ലൂക്ക മോഡ്രിച്ച് തൻ്റെ 5ാം വേൾഡ് കപ്പിന് ഒരുങ്ങുകയാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഫ്രാൻസ്, മറ്റൊരു വമ്പൻ ടീമായ ഫ്രാൻസ്. ഈ ടീമുകളോടാണ് ബ്രസീൽ മാർച്ചിൽ ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കൺഫേംഡ് ആയിരിക്കുന്നു. എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ട് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല, ഈ കളികൾ നടക്കുക ജൂൺ ജൂലൈ മാസങ്ങളിൽ വേൾഡ് കപ്പ് നടക്കാനിരിക്കുന്ന അതേ സ്റ്റേഡിയങ്ങളിലായിരിക്കും എന്നുകൂടി റിപ്പോർട്ടുണ്ട്. നമ്മൾ ആ വാർത്ത നോക്കുകയാണ്. കൺഫേംഡ്. Brazilian national team will face France and Croatia in March 2026 before the World Cup. മാർച്ച് മാസത്തിലെ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ബ്രസീൽ ഫ്രാൻസിനെയും ക്രൊയേഷ്യയുമായിരിക്കും നേരിടുക. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ട്സ് എല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞു. മാച്ചസ് നടക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വേൾഡ് കപ്പ് സ്റ്റേഡിയങ്ങളിലായിരിക്കും. ദി ഗെയിംസ് വിൽ ബി പ്ലേഡ് ഇൻ വേൾഡ് കപ്പ് സ്റ്റേഡിയംസ്. അതുപോലെ തന്നെ വേൾഡ് കപ്പിന് ഉപയോഗിക്കുന്ന അഡിഡാസ് ബോളായിരിക്കും, അതായത് വേൾഡ് കപ്പ് കോമ്പറ്റീഷനായിട്ട് അഡിഡാസ് പ്രത്യേകം ഉണ്ടാക്കുന്ന അഡിഡാസ് ബോളായിരിക്കും ഈ ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് ഉപയോഗിക്കുക എന്നുകൂടി ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കത്തിൽ കടുത്ത പരീക്ഷണങ്ങളിലൂടെ ടീമിനെ കടത്തിവിട്ട് കൂടുതൽ സ്ഫുടം ചെയ്ത് വേൾഡ് കപ്പിന് ഒരുക്കുകയാണ് കാർലോ ആഞ്ചലോട്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.